ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു കപ്പ തോണ്ടുകയാണ്. കുറേ നാളായി കാത്തു സൂക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ് കേട്ടോ. കാത്തു സൂക്ഷിക്കാൻ കാരണം നമ്മുടെ അപ്പുറവും ഇപ്പുറവും നല്ല പന്നി ശല്യമാണ്. അപ്പുറമുള്ളവരുടെയൊക്കെ കപ്പ പന്നി തിന്നുകൊണ്ടും പോയിട്ടോ. നമ്മൾ വയ്യൊന്ന് തോണ്ടി നോക്കിയപ്പോൾ ചെറുതായിട്ടുള്ളൂ. കുറച്ച് ദിവസം കൂടി ഇരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വലുതായാണ്. ഞങ്ങൾക്കതിനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. ദാ ഇത്രയും ഉണ്ട്. ഞങ്ങൾക്കിത് മതി കേട്ടോ. ഞമ്മൂസൊരൊറ്റ അങ്ങ് കൊടുക്കും. ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അച്ഛനും മോളും പിന്നെ ഒന്ന് തോണ്ടാൻ നിൽക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് വേറെ ഒന്നും കിട്ടിയില്ല നമുക്ക്. നമുക്ക് 3 പേർക്ക് ഇത് തന്നെ മതിയല്ലോ. അമ്മൂസിന് ആ കുഞ്ഞി കഷ്ണവും കൊടുക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ നല്ല രീതിയിൽ വെട്ടി കണ്ടിച്ചെടുക്കണം. അപ്പോൾ അമ്മൂസൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്ത് നടന്നുള്ള പണികളൊക്കെ. നല്ല രീതിയിൽ കഴുകി ചെറിയ രീതിയിൽ കഷ്ണിച്ച് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയും കൂടിയാണ്. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉടച്ച് കഴിക്കുന്നത്. ചേട്ടായിക്കും അങ്ങനെയാണ് ഇഷ്ടം. ഇങ്ങനെ കല്ല് പോലെ തന്നെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അതാണ്. അപ്പം അമ്മൂസ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അരികിൽ നിൽക്കുകയാണ്. അമ്മൂസിന് പച്ചനായാലും വേവിച്ചായാലും ആൾക്ക് കൊടുത്താൽ ആൾ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. ഇനി നമുക്കിതിൽ താളിച്ചും കൂടി ഇടാനുണ്ട് കേട്ടോ. സൂപ്പറൊന്നും പറയേണ്ട ആൾ പോയിട്ടോ. ഇനിയും അതിൽ കുറച്ച് പണികളുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിൻ്റെലയും ചെറുള്ളിയൊക്കെ ഇട്ട് വാട്ടി, ഇത്തിരി പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ട് വാട്ടിയിട്ട് ഇതെല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ എൻ്റെ സാറേ ഇതിനൊരു രുചിയുണ്ട്. അതൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് മീൻകറിയാണ് കേട്ടോ. മീൻകറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കപ്പ പറിച്ചത് തന്നെ കേട്ടോ. ഒരുപാട് നാളായി നാടൻ ഭക്ഷണം കഴിച്ചിട്ടെന്നും പറയുന്നത് നമ്മളെടുത്താണ്. ശരിക്കും പണ്ട് കാലങ്ങളിൽ എൻ്റെ ചെറുപ്പത്തിലേക്ക് എൻ്റെ അമ്മ ഇതുപോലെ ഉണ്ടാക്കി തരാം കേട്ടോ. അന്നത്തെ രുചി തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ രുചിയുണ്ടെന്ന് പറഞ്ഞാൽ രുചിയുണ്ട് എന്തായാലും. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ കാലത്ത് വിഷമുള്ള ഭക്ഷണത്തിനേക്കാളും ഒരുപാട് ബെറ്ററാണ് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കാൻ. പക്ഷേ എനിക്കധികം കഴിച്ചുകൂടാ, തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് കേട്ടോ. എന്നാലും നല്ല രുചിയുണ്ടായിരുന്നു. രുചിയുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ കഴിച്ചു. എപ്പോഴും നമ്മൾ കഴിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.